ഷിയാബ്തങ്ങളെ പോലുള്ള ഒരു വലിയ വ്യക്തിത്വത്തോട് നമ്മൾ അടുത്തുന്ന നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും, ഓരോരുത്തരോടും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഷിയാബ്തങ്ങളുമായിട്ട് വലിയ അടുപ്പമായിരുന്നു എന്ന് നമ്മൾ പറയും. എല്ലാവരും പറയുന്നൊരു വാക്കാണ്. അപ്പൊ നമ്മളത് പറഞ്ഞാൽ ഒരു പ്രസക്തി ഒന്നും അതിലില്ല. കാരണം ഷിയാബ്തങ്ങൾ എല്ലാവരോടും നല്ല നിലയ്ക്കായി. പക്ഷെ എന്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോ ഈ മതരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ഇപ്പൊ SKSൽ പ്രവർത്തിച്ചപ്പോഴും SYSൽ പ്രവർത്തിക്കുമ്പോഴും SMFൽ പ്രവർത്തിക്കുമ്പോഴും പല സ്ഥലത്തും നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന സമയത്തും ഒഴിഞ്ഞിരിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഈ മതപരമായ പല ആളുകളും പല രീതിയിലായിരിക്കും. ചിലർ അഗ്രസീവ് ആയിരിക്കും, ആ പിടിച്ചെടുത്ത് മാത്രം നിൽക്കും, ഫ്ലെക്സിബിൾ അല്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും. അവരെന്നോട് സ്വകാര്യമായിട്ട് പറയാറുണ്ട്. ഞാൻ പറയുന്ന അങ്ങനെ തന്നെയാണ് പറയാം. നിങ്ങൾ പ്രസംഗിക്കുന്നു, ഞങ്ങൾ സുന്നത്തമായിട്ട് മനസ്സിലാക്കുന്നു, സമസ്തയെ മനസ്സിലാക്കുന്നു, നിങ്ങൾ എന്തിനാ ഈ രാഷ്ട്രീയത്തിന് പോകുന്നത് കേൾക്കും. എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഒരു പാർട്ടിക്ക് പ്രസംഗിക്കാൻ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ മേഖല പോലെ നിങ്ങൾ എന്തിനു ലീഗിനെ ന്യായീകരിക്കാനും ലീഗിന് വേണ്ടി പ്രസംഗിക്കാനും പോകുന്നു എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ഷിയാബ്തങ്ങളാണ്. അതിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അത്ര വിശദമായി പറയേണ്ട, പശ്ചാത്തലമൊക്കെ പറഞ്ഞ ഒരുപാട് പറയേണ്ട. ഇതുപോലെ ഒരു കുട്ടികൾക്കുള്ള ഒരു വലിയ പരിപാടിയിൽ കുട്ടികൾക്കുള്ള ഒരു അംഗീകാരവും അവാർഡും കൊടുക്കുന്ന ഒരു വലിയ ചടങ്ങ് ഒരു വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് വലിയൊരു പന്തലിട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുകയാണ്. അപ്പൊ ഞാനാണ് അവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഞാൻ ആദ്യം പ്രസംഗിക്കുക 4 മണിക്ക് അസർ നിസ്കരിച്ച് പ്രസംഗം ആരംഭിക്കുക. തങ്ങൾ അപ്പോഴേക്ക് വേറെ പരിപാടി കഴിഞ്ഞ് വരും. എന്നിട്ട് തങ്ങൾ വന്നിട്ട് ആ അവാർഡ് കൊടുത്തൊരു പ്രസംഗം നടത്തി സൈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ തങ്ങൾ അവിടെ വീട്ടിൽ വന്നു, ഞാനിവിടെ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്റെ പ്രസംഗത്തിൽ ഊന്നിയത് രാഷ്ട്രീയത്തെക്കാളേറെ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ച്, നമ്മൾ സത്യസന്ധമായ രാഷ്ട്രീയത്തെക്കുറിച്ച്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ല മുസ്ലിമിന്റെ രാഷ്ട്രീയം എന്നൊക്കെ കുറിച്ച് തങ്ങൾ ശരി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തങ്ങൾ വന്നു. തങ്ങൾ ആ ചടങ്ങ് കഴിഞ്ഞ് പിരിഞ്ഞുപോയി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു 2-3 ആഴ്ച പിന്നിട്ടുണ്ടാവും. ഞാൻ മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പാണക്കാട് ചെയ്യുന്നു. എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. പാണക്കാട് ഇരുമ്പോൾ തങ്ങളുടെ വട്ടമേശയിൽ ധാരാളം ആൾ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനവിടെ നമ്മൾ തങ്ങളെ കാണുമ്പോൾ അത് അലി ശിഹാബ് തങ്ങളാകുമ്പോഴും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് നമ്മൾ കണ്ട് ഇടിച്ചു കയറി പോവാറില്ല. ദൂരെ നിൽക്കുമ്പോൾ ഈ നോക്കുന്നതിനിടയ്ക്ക് തങ്ങളെ നമ്മളെ കാണും. ഇടിച്ചു പോകാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇടിച്ചു കയറാൻ വയ്യാത്തോണ്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങൾ ഇങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു. നമ്മൾ ഇടിച്ചു കയറിയാൽ ഈ ആൾക്കാർക്കൊക്കെ നമ്മളോട് ദേഷ്യവും. അയാൾ വന്നുകൊണ്ട് ഇപ്പൊ നമ്മളെ സമയം പോയി, ഇതൊരു ശാപാണെന്ന് മനുഷ്യന്മാർ. അപ്പൊ അതിന് നിൽക്കാറില്ല. അപ്പൊ തങ്ങൾ നോക്കിയപ്പോ കണ്ടു, അപ്പൊ വിളിച്ചു എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ആയിക്കോട്ടെ. അപ്പൊ ഞാൻ മറ്റൊരു മഹലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോയതാണ്. അത് തങ്ങൾ അകത്തേക്ക് വിളിച്ചപ്പോ തങ്ങൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എന്തോ ഓർത്ത പോലെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി എന്നെ വിളിച്ചിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി. അത് പുതിയ അനുഭവം. ആ ഹാളിന്റെ അപ്പുറത്തായിരുന്ന ബെഡ്റൂം ഇപ്പൊ വ്യത്യാസം കൊണ്ടുപോയി. ബെഡ്റൂമിൽ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരിക്കൂലല്ലോ. അപ്പൊ തങ്ങൾ അവിടെ ബെഡ് ഇരുന്നു. അപ്പുറത്തൊരു കസേര എന്നോട് ഇരിക്കും, അവിടെ കസേര ഇരുത്തിയിട്ട് ഉടനെ തങ്ങൾ അലവിയാക്കാൻ വിളിച്ചൊരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അലവിയാക്കാനോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞ വിഷയം എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറയാൻ പോണ വിഷയമല്ല തങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്, തങ്ങളപ്പുറത്തെ വിഷയം. തങ്ങൾ എന്നോട് പറഞ്ഞു, അന്നൊരു ദിവസം അവിടെ ചെയ്ത പ്രസംഗം ഞാൻ കേട്ടു എന്ന് തങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞത് നേരെ തങ്ങൾ പറഞ്ഞ കാര്യമാണ്, മുസ്ലിം ലീഗിന്റെ ക്യാമ്പുകളിൽ നമ്മുടെ പ്രവർത്തകരോട് ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് ശരിക്കും എപ്പോഴും അവരോട് പറയണം. കാരണം ദീനുണ്ടെങ്കിലേ ലീഗ് ഉണ്ടാവും. തങ്ങൾ പറഞ്ഞ വാക്ക, ദീനുണ്ടെങ്കിലേ ലീഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരോട് മതപരമായ ചിട്ടയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഈ രാഷ്ട്രീയത്തിലെ ഒരു ധർമ്മബോധത്തെക്കുറിച്ച് നല്ലോണം പറഞ്ഞു കൊടുക്കണം. അത് നിർത്താൻ പാടില്ല, അത് തുടരണം. രാഷ്ട്രീയമാണെന്ന് ഞാൻ ചെയ്ത് പിന്നോട്ട് പോകാൻ പാടില്ല. മതപ്രവർത്തനം ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു പറഞ്ഞു. ഇത് തങ്ങൾ എനിക്ക് തന്നൊരു ഉപദേശമാണ്. ആ ഉപദേശം തന്നു എന്ന് മാത്രമല്ല, അലുവയൊക്കെ ചായ കൊണ്ടുവന്നപ്പോ ഞാൻ കൈ നീട്ടി. കാരണം എനിക്കാണ് ചായ ആദ്യം കിട്ടുക. കാരണം അതിനോട് വരുമ്പോൾ അലുവ കയ്യിൽ വരുമ്പോൾ എനിക്ക് അവിടെ തങ്ങൾ പുറത്താണ്. പക്ഷെ തങ്ങൾ അതിന്റെ മേലെ കൈ നീട്ടിയാൽ തങ്ങൾ വാങ്ങി. എനിക്ക് ഒരു ചായ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അത് തങ്ങൾ വാങ്ങിയിട്ട് ആ ചായയിൽ മന്ത്രിച്ചത് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ തോന്നുന്നു. തന്നിട്ട് പറഞ്ഞു, ഈ പ്രസംഗം തുടരട്ടോ എന്ന് പറഞ്ഞ് പുറത്തൊരു കൊട്ടും കെട്ടി ചിരിച്ചിട്ട് വിട്ടു. അതിനുശേഷം ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ പോകാറുണ്ട്. പാർട്ടി പ്രവർത്തനത്തിന് പറഞ്ഞാൽ ഈ വിഷയത്തിന് പാർട്ടിയുടെ ധാർമ്മിക ക്ലാസ്സിൽ പോകാറുണ്ട്. അതിനിപ്പോ ആര് പറഞ്ഞാലും നിർത്താനും പോണില്ല, അത് തുടരുക തന്നെ.